വാഗമണിന്റെ സെക്കൻഡ് പാർട്ട് ഇടുകൊണ്ട് ഭയങ്കര തിക്കുണ്ടായിരിക്കും. ഇതിന് മാത്രം ആരാ തിക്കണെന്ന് അപ്പൊ ചെങ്ങായി ചോദിക്കുന്നു. എന്നിട്ട് എന്താ കാട്ടിൽ നടക്കാറ് നാട്ടിൽ നിന്ന് വരുമ്പോൾ തൊട്ട് തുടങ്ങിയതാ ഇനിസിറ്റി പൂൾ. അപ്പൊ ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായത് അവർക്ക് വണ്ടിയൊന്നും പോലെ നടന്നിട്ട് തന്നെ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ബാക്ക് വരും. അപ്പൊ ഞങ്ങൾ നിൽക്കുന്നോടത്തും ജസ്റ്റ് ലൊക്കേഷൻ നോക്കിയപ്പോൾ 450 മീറ്റർ ആണ്. എന്തായാലും അവിടെ പോകാന്ന് വെച്ചു. വഴി അറിയില്ലെങ്കിൽ വഴി അറിയാന്നുള്ള ഭാവത്തിൽ ഞാനെല്ലാം മുന്നിൽ ആദ്യം ഇറങ്ങി നടന്നു. അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലായത് 450 മീറ്റർ അല്ല, 450 മീറ്റർ ആയിട്ട് കുറെ കുത്തുകുത്തുണ്ട്. ആ കുത്തുകുത്തങ്ങോട്ട് 1 കിലോമീറ്ററിന്റെ മേലങ്ങട്ടായി. അങ്ങനെ 1.5 കിലോമീറ്റർ ആണ് നടന്നുണ്ട്. ഈ മുന്നിലാണ്ട് നടന്നു ഞങ്ങൾ പിന്നാലെ ഉണ്ടാവുന്ന പറഞ്ഞ ആൾക്കാരെ നേടൽ തന്നെ ഇപ്പൊ കാണാൻ. അപ്പൊ ഞങ്ങൾ 6 ആൾ വന്ന 3 ആൾക്കാർ പകുതി എത്തിയിട്ടോ. അങ്ങനെ വാഗമണിന്റെ പുൽമേടുകളൊക്കെ താണ്ടി ഞങ്ങൾ മന്ദം അങ്ങോട്ട് നീങ്ങി. എന്തായാലും ഈ ബാങ്ങളൊക്കെ കാണാൻ പ്രത്യേക പ്രകൃതി രമണീയത ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഒരു വെള്ളക്കെട്ടിന്റെ അടുത്ത് എത്തി. അപ്പൊ തന്നെ കബീർക്ക് ഒരു 3 പിന്നെ നമുക്ക് ഇതിന്റെ മേലെ കിട്ടുന്ന വ്യൂ തന്നെ മതി അവിടെ തന്നെ. പിന്നെ ഞാൻ അതിശക്തമായിട്ട് പറഞ്ഞ മുകളിൽ കൊത്തിപ്പിടിച്ച് കയറിയിട്ടോ അങ്ങോട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ 6 ആൾ വന്ന 2 ആളിന്റെ അടുത്ത്. അപ്പൊ എത്തിയതിന്റെ സന്തോഷത്തിൽ കുറച്ച് കൂക്കുമൂലൊക്കെ ഉണ്ടായി. കുറച്ച് ഇൻസ്റ്റത്തെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ നല്ല ക്രിസ്റ്റൽ ക്ലിയറിലെ വെള്ളം എന്ന് വിചാരിച്ചു. പിന്നെ ഈ ഗൗതം സാറിന്റെ ഡയലോഗ് ഓർമ്മ വന്നത് ഞാൻ കേട്ടത് ആണോ അവർ എന്നെ കൊടുത്തത്. എന്തായാലും ഞങ്ങൾ പോയ സമയത്ത് മഴയും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരുന്നു. വെള്ളത്തിന് അത്ര അങ്ങോട്ട് ക്രിസ്റ്റൽ ക്ലിയർ അല്ല, കുറച്ച് വെള്ളപ്പത കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വെള്ളത്തിന്റെ ഡെൻസിറ്റി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൈ മോക്കൊന്ന് കഴിക്കട്ടോ. ക്രിസ്റ്റൽ ക്ലിയർ ഇല്ലെങ്കിലും ക്രിസ്റ്റൽ വൈബാണ് കേട്ടോ. മൊത്തത്തിൽ ഇവിടെ ഒരു വല്ലാത്തൊരു ആംബിയൻസ്. പിന്നെ അവിടെ കുറച്ചു നിന്ന് തിരിഞ്ഞടിച്ച് മുന്നത്തെ വെള്ളക്കെട്ടിന്റെ അവിടെ എത്തി. എവിടുന്ന് വരുന്നിതൊക്കെ? അങ്ങനെ ഡാൻസ് പരിപാടി കഴിഞ്ഞാൽ തിരിച്ചെടുത്ത് കയറി ഇറങ്ങി. വല്ല സുഖമില്ലാട്ടോ മക്കളെ കയറാന്. പട്ടിയൊക്കെ കിടക്കണ പോലെ കേട്ടില്ലേ? അതാണ് ഇപ്പൊ ഈ കാണുന്നത്. പക്ഷെ കിടക്കണത് ഞാൻ വാഗമൺ ടൗണിൽ കൊക്കക്കോള ചോരത്തുള്ള ഈ വഴി കൂടെ ഞങ്ങൾ പോയതിട്ടോ. അപ്പൊ നമ്മൾ പരിപാടി പാർട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് നിൽക്കില്ല കേട്ടോ. നമുക്ക് 3 മിനിറ്റ് അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവരും സെറ്റ് അല്ലേ? എല്ലാവരും പറയാനൊന്നുമില്ല, 4-3 ഏടാളുള്ളൂ. എന്നാലും പറയുമ്പോൾ പറയാനേ. അപ്പൊ ഗൈസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.